ഹായ് ഫ്രണ്ട്സ്, കർഷക സുഹൃത്തുക്കളിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പുതിയൊരു പ്രൊഡക്റ്റുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഹെക്ടർ എന്ന് പറയുന്ന കമ്പനി ഒരു ഇന്ത്യൻ കമ്പനിയാണ്. അപ്പോൾ ആ ഹെക്ടറിൻ്റെ ഒരു പ്രൊഡക്റ്റുമായിട്ടാണ് വീണ്ടും ഞങ്ങൾ വന്നിരിക്കുന്നത്. മുമ്പ് ഞങ്ങൾ ഹെക്ടറിൻ്റെ 1-2 പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഹാൻഡ് ട്രാക്ടർ എന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, പതിവ് പോലെ നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വീലോട് ചേർന്ന പോർഷനാണ് ഇത്. ഈ വീല് കാണുമ്പോൾ നമുക്ക് റബ്ബറിൻ്റെ വീലാണെന്നൊക്കെ തോന്നും. എന്നാൽ കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള സൈക്കിളിലുള്ളതുപോലെ ലൈറ്റ് മെറ്റീരിയൽ കൊണ്ടാണ് അതുണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം വന്നിരിക്കുന്ന ഹാൻഡിലാണ്, അത് വേറെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇതിൽ ഘടിപ്പിക്കാനുള്ള ടൂൾസാണ് ഇതൊക്കെ. വീഡിങ് ഹോയ് എന്ന ടൂള് നമ്മൾ ഒരിക്കൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അത് സെപ്പറേറ്റ്, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ടൂളാണത്. അതുപോലെ തന്നെ അതുകൂടാതെ വേറെ 2 ടൂളും കൂടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം വന്നിരിക്കുന്ന ഹാൻഡിലുകളാണ്. അതുപോലെ തന്നെ ഒരു ക്രോസ് ബാറും അതിന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഹാൻഡിലുകൾ ഇതിലൊന്ന് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ ഒപ്പം ഇതിന് വേണ്ടുന്ന എല്ലാ നെറ്റ് ബോൾട്ടുകളും വന്നിട്ടുണ്ട്. കൂടാതെ അതിനുപയോഗിക്കാൻ പറ്റിയൊരു സ്പാനറുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന നെറ്റ് ബോൾട്ടുകളാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ ഒരു നമ്മുടെ ഹൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ സൗകര്യം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു സംവിധാനമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇഷ്ടാനുസരണം നമുക്ക് താഴേക്കോ മുകളിലേക്കോ ഹാൻഡിൽ മൂവ് ചെയ്യിക്കാവുന്നതാണ്. നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ആംഗിളിൽ വെച്ചുകൊണ്ട് അത് പൂർണ്ണമായിട്ട് ടൈറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് ടൈറ്റ് ചെയ്തിട്ടില്ല. ഇനി നമുക്കിതിൻ്റെ ക്രോസ് ബാർ പിടിപ്പിക്കാം. അതിനായിട്ട് ക്രോസ് ബാറിൻ്റെ അറ്റത്ത് 2 സൈഡിലും ബോൾട്ടുകൾ തന്നിട്ടുണ്ട്. ആ ബോൾട്ടുകൾ അയച്ച് ഹാൻഡിൽ കൊടുത്തിരിക്കുന്ന ഹോളിലൂടെ കടത്തിയാണ് ഇത് ടൈറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ആദ്യത്തെ ടൂള് പിടിപ്പിച്ചു കൊടുക്കാം. ബോൾട്ടുകൾ ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പായി ഇത് താഴെ വെച്ച് ഇതിൻ്റെ ആംഗിളൊന്ന് ക്രമീകരിക്കുകയാണ്. അതായത് എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഹൈറ്റിൽ ക്രമീകരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഉപയോഗിച്ച് നോക്കാം. അത്യാവശ്യം മണ്ണിളക്കമുള്ള ഭാഗത്താണ് ഞാനിത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്.
മണ്ണിളക്കം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഇത് അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യുന്ന എനിക്കും വലിയ സ്ട്രെയിൻ ഇല്ലാതെ വർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് അത്യാവശ്യം ഉറച്ച മണ്ണിലാണ്. ഇവിടെ വലിയ മണ്ണിളക്കമൊന്നുമില്ല. അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇനി നമുക്കിത് അഴിച്ച് നമുക്ക് രണ്ടാമത്തെ ടൂളൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതും ഞാൻ ഇതേ മണ്ണിൽ തന്നെയാണ് ചെയ്യുന്നത്. തീരെ മണ്ണിളക്കം ഇല്ലാത്ത മണ്ണിലാണ് ഇത് ഉപയോഗിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ട്, അത്യാവശ്യം സ്ട്രെയിനൊക്കെ എടുക്കേണ്ടി വരുന്നുണ്ട്. അത്ര ഈസി അല്ല. മണ്ണിളക്കം ഇല്ലാത്ത സ്ഥലത്ത് ഇത് ഉപയോഗിക്കുന്നതിനെ പറ്റി ആലോചിക്കുക വേണ്ട. മണ്ണിളക്കം വേണം, അല്ലെങ്കിൽ ചെറിയ നനവ് വേണം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ മുമ്പ് കാണിച്ച സ്ഥലമാണ്. കുറച്ച് മണ്ണിളക്കമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇത് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. നിങ്ങൾ കാണുന്നുണ്ട്, മണ്ണിളക്കമുള്ള സ്ഥലത്ത് ഇത് അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. വലിയ സ്ട്രെയിനും ഇല്ല. മണ്ണിളക്കമുള്ള സ്ഥലങ്ങളിൽ ചെറിയ ചാലുകൾ നീളത്തിലെടുത്ത് കീറിക്കൊണ്ട് ചില വിത്തുകളൊക്കെ നടാനൊരു പക്ഷേ ഇതുകൊണ്ട് കഴിഞ്ഞേക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി നമുക്ക് വീഡിങ് ഹോ എന്ന മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ടൂള് ഇതിൽ ഘടിപ്പിച്ച് നോക്കാം. മുൻപ് നമ്മൾ വീഡിങ് ഹോയുടെ വീഡിയോ ചെയ്തപ്പോൾ അതൊരു പൈപ്പിൽ ഘടിപ്പിച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. കളകൾ കളയുന്നതിനാണ് വീഡിങ് ഹോ സാധാരണ ഉപയോഗിക്കുന്നത്. മഴയൊക്കെ നിന്ന് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട് ഭൂമി. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ വീഡിയോ ചെയ്തപ്പോഴത്തെ പോലെ അത്ര വേരുകൾ സുഗമമായിട്ട് ഇളകി വരുന്നില്ല. നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഹാൻഡ് ട്രാക്ടർ എന്ന ഈ പ്രൊഡക്റ്റിൻ്റെ വർക്ക് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അത്യാവശ്യം മണ്ണിളക്കമുള്ള ഭൂമിയിൽ മാത്രമാണ് ഞാനിത് സജസ്റ്റ് ചെയ്യുക. കിളച്ച് ഇളക്കിയിട്ടില്ലാത്ത ഉറച്ച മണ്ണിലൊന്നും ഇത് നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരുപക്ഷെ ഇതിൻ്റെ വീഡിങ് ഹോ മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക. മറ്റ് രണ്ട് ടൂളുകളും ഒരുപക്ഷെ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം.
നല്ല മണ്ണിളക്കമുള്ള ചെറിയ അടുക്കളത്തോട്ടങ്ങളിലൊക്കെ സ്ത്രീകൾക്കും അതുപോലെ തന്നെ പ്രായമായവർക്കൊക്കെ ഇത് ഉപകാരപ്പെട്ടേക്കാം. എന്നാൽ കിളച്ചിളക്കാത്ത തറഞ്ഞ മണ്ണിൽ ഇതിൻ്റെ സാധ്യത കുറവാണ്. ഈ പ്രൊഡക്റ്റിൻ്റെ വില ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള മറ്റ് വീഡിയോകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.